അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഇങ്ങനെ ഓതി ഓതി തീർത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് ഖത്തം ഓതി, ഞാൻ ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓതുമ്പോൾ ആ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം. അതൊരായത്താണെങ്കിലും ഒരു സൂറത്താണെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയണം. ഒന്നുമില്ലെങ്കിലും അത് ഖുർആനാണെന്നുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് പറഞ്ഞത്, ഖുർആൻ തൊടുമ്പോൾ പോലും ഉളവെടുക്കണം. കിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ ആദരിക്കും, ബഹുമാനിക്കും. അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ളതൊന്നുമല്ല ഖുർആൻ. അത് എല്ലാവർക്കും ഒരു മാർഗദർശനമായി, ഒരു വെളിച്ചമായി അള്ളാഹു ഇറക്കിയതാണ് ഖുർആൻ. അപ്പൊ ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പടച്ചവനെ ഓതുന്നത് ഖുർആനാണെന്നുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ബോധമെങ്കിലും നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കാതിരുന്നാൽ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ഇരുന്നാൽ അള്ളാഹു നമ്മുടെ ചെവി അടയ്ക്കും, നമ്മുടെ ഹൃദയം അള്ളാഹു സീല് വെക്കും. വഇൻ തദഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദ. പിന്നെ എത്ര വാഴ് കേട്ടിട്ടും കാര്യമില്ല, നിന്റെ മുമ്പിൽ എന്തെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടും കാര്യമില്ല, നിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ തന്നെ പലതും പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവന് മരിക്കേണ്ടവനാണെന്നുള്ള പേടിയൊന്നുമില്ലേ? എടോ, ഈ മക്കാമി കിടക്കുന്ന സയ്യിദ് മദനി ഉപ്പ അള്ളാഹു ഇവിടുത്തെ ബർസഖയായി ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ തങ്ങളുപ്പാനൊക്കെ കുറ്റം പറയണവരില്ലേ, കളിയാക്കുന്നവരില്ലേ, ബഹുമാനിക്കാത്തവരില്ലേ, ഇതിനെയൊക്കെ പരിഹസിക്കുന്നവരില്ലേ? ഇത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവൻ എന്ത് മനുഷ്യനല്ല, ഇവന് മരണവും ഖബറും നരകവും പരലോകവും ഒന്നും വിശ്വാസമില്ലല്ലോ, അവൻ എന്നാ വിശ്വാസമാണോ? അവൻ എന്തൊക്കെ നീ ഇനി കാണിച്ചു കൊടുത്താലും അവൻ ഒരിക്കലും നന്നാകില്ല. കാരണം എന്തേ? അള്ളാഹു അവനെ എഴുതി തെള്ളിക്കളഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ അവനെ നന്നാക്കാൻ പറഞ്ഞ് നിന്റെ സമയം കളയണ്ട, ഓൻ്റെ പുറകിൽ നടന്ന് നിന്റെ സമയം കളയണ്ട. നീ ആദ്യം നന്നാകാൻ നോക്ക്. ഇവിടെ നമ്മൾ ലോകം നന്നാക്കണ്ട, ആദ്യം നന്നാകേണ്ടത് നമ്മളാ. നമ്മൾ നന്നായിട്ട് നമ്മുടെ ഭാര്യയെ നന്നാക്കണം. നമ്മുടെ ഭാര്യ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാകും, നമ്മുടെ വീട് നന്നാകും. ആദ്യം നമുക്കും നമ്മുടെ വീട്ടിലും ദീൻ ഉണ്ടാക്കാൻ പരിശ്രമിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തുതരുമാറാകട്ടെ.